ഹായ്, ഐ എം സൂസൻ. വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ആദ്യം തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണമേ. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ബീറ്റ്റൂട്ട് റൈത്ത, വളരെ ഈസിയായി ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമായ ബീറ്റ്റൂട്ട് പച്ചടി. ഇതിന് ആവശ്യമായി വേണ്ടത് ഒരു ബീറ്റ്റൂട്ട്, ഒരു ഒണിയൻ, 2 പച്ചമുളക്. ഇതെല്ലാം തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. പിന്നീട് ചെറുതായി അരിഞ്ഞെടുക്കുക. ഞാനൊരു ചോപ്പർ ഉപയോഗിച്ച് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുന്നു. കട്ടിംഗ് ബോർഡോ ഗ്രേറ്ററോ ഉപയോഗിച്ചും ചെറുതായി അരിഞ്ഞെടുക്കാവുന്നതാണ്. സവാള റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. സവാള ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് അതും അതുപോലെ തന്നെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ്റൂട്ടും വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ടും സവാളയും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തു. ഇനി വേണ്ടത് തൈരാണ്. 1 കപ്പ് തൈര് നല്ലതായി അടിച്ച് കട്ട മാറ്റിയെടുക്കാം. മീഡിയം പുളിയുള്ള തൈരായിരിക്കും നല്ലത്. നല്ല സ്മൂത്തായി കട്ടയൊന്നുമില്ലാതെ ഇതേപോലെ അടിച്ചെടുക്കുക. അടുത്തതായി കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറി ലീവ്സ് ഇട്ട് വറക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ സവാളയും ഇട്ട് വഴറ്റാം. സവാള ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം വഴറ്റി അത് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോൾ അതിലേക്ക് ബീറ്റ്റൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി 3-4 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. ബീറ്റ്റൂട്ട് ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി, അധികം വെന്തോടെയല്ല. ബീറ്റ്റൂട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ബീറ്റ്റൂട്ട് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ബീറ്റ്റൂട്ട് എന്നും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബീറ്റ്റൂട്ട് 3-4 മിനിറ്റ് നേരം ഇളക്കി വഴറ്റിയ ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. വലിയ ആവി മാറുന്നതിനായി 2 മിനിറ്റ് നേരം അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. നേരത്തെ ഉടച്ചെടുത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നോക്കുക, എത്ര നല്ല കളർഫുള്ളായിട്ട് വന്നിരിക്കുന്നു. കളർഫുൾ മാത്രമല്ല, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ബീറ്റ്റൂട്ട് റൈത്ത, നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നാടൻ ഊണിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പച്ചടി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഓർക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. വീണ്ടും ഒരു ടേസ്റ്റി വിഭവവുമായി ഉടനെ വരുന്നതാണ്. തീർച്ചയായും കാണണേ. ടേക്ക് കെയർ. താങ്ക് യു.